മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, മെഴുകുതിരി പോലെയാണ് പലരുടെയും ജീവിതം. ദൂരത്ത് നിന്ന് നോക്കിയാൽ പ്രകാശം മാത്രമേ കാണൂ. അടുത്തു ചെന്ന് നോക്കിയാൽ സ്വയം ഉരുകുന്നത് കാണാം. ഒരു പരിധിയിൽ കൂടുതൽ വേദന അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ സ്വയം നിശബ്ദനാകുന്നു. അത് അവൻ്റെ അഹങ്കാരം കൊണ്ടല്ല, മറിച്ച് അവൻ്റെ വേദനിച്ച മനസ്സിൻ്റെ തീരുമാനമാണ്. നിങ്ങളുടെ മനസ്സൊന്ന് വേദനിക്കുമ്പോൾ അതറിയാൻ പറ്റുന്ന മറ്റൊരു മനസ്സുകൂടിയുണ്ടെങ്കിൽ അതാണ് ഈ ജീവിതത്തിലെ മഹാഭാഗ്യം. ഭക്തരെ, കണ്ണുകൊണ്ടല്ല മനസ്സുകൊണ്ട് മനസ്സിലാക്കണം ഒരാളെ. അവിടെയാണ് സ്നേഹമുള്ളത്. എത്ര കിട്ടിയാലും നിങ്ങളൊന്നും പഠിക്കില്ല. എത്ര മുറിവേൽപ്പിച്ചാലും നിങ്ങളത് മറക്കും. വീണ്ടും കൊത്തി മുറിക്കാൻ അവർക്ക് മുന്നിൽ നിന്നു കൊടുക്കും. ഭക്തരെ, നിങ്ങളുടെ വികാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബുദ്ധിയെ കീഴടക്കാൻ അനുവദിക്കരുത്. ചിലതൊക്കെ നിങ്ങൾക്ക് നഷ്ടപ്പെടുമ്പോൾ പ്രതീക്ഷിക്കാതെ മറ്റു ചിലതൊക്കെ നിങ്ങളെ തേടിയെത്തിയേക്കാം. ഭക്തരെ, പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും ആകുന്നിടത്ത് വാക്കുകളിൽ വിശ്വസിക്കരുത്. വരാനിരിക്കുന്ന നുണകളിൽ ഇനിയും വീണു പോകരുത്. മനോഹരമായി പറ്റിക്കുന്നിടത്ത് ഒന്നിനു വേണ്ടിയും പിന്നീട് അവസരം കൊടുക്കാതിരിക്കുക. മക്കളെ ചെറുപ്പം മുതൽക്കേ ദാരിദ്ര്യം അറിയിച്ചു തന്നെ വളർത്തുക. കാരണം ദാരിദ്ര്യം അറിഞ്ഞു വളർന്ന മക്കൾക്ക് നല്ലതുപോലെ മാതാപിതാക്കളുടെ വില മനസ്സിലാക്കാൻ പറ്റും. ഭക്തരെ, ആർക്കുവേണ്ടിയും സ്വന്തം സന്തോഷങ്ങൾ മാറ്റാൻ ശ്രമിക്കരുത്. അവസാനം അവർ അവരുടെ സന്തോഷം തേടിപ്പോകുമ്പോൾ നിങ്ങൾ വെറും വിഡ്ഢികളായി നോക്കി നിൽക്കേണ്ടി വരും. ഭക്തരെ, ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് തോന്നുന്ന ചില നിമിഷങ്ങളുണ്ട്. അതിലൊന്ന് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചവരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒന്നുമല്ലാതായിരുന്നു എന്ന തിരിച്ചറിവാണ്. ജീവിക്കാൻ വേണ്ടി ഒരുപാട് വേഷം കെട്ടിയാലും മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി വേഷം കെട്ടരുത്. ഭക്തരെ, അനുഭവങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തെ ജീവിക്കാനും ചിന്തിപ്പിക്കാനും പഠിപ്പിക്കുന്നത്. ആരൊക്കെ എത്ര നല്ലവരായി അഭിനയിച്ച് കാണിച്ചാലും കാലം അവരുടെ യഥാർത്ഥ മുഖം ഒരിക്കൽ നിങ്ങളുടെ മുന്നിൽ വെളിപ്പെടുത്തും. ജീവിത പ്രശ്നങ്ങൾ കടലിലെ തിരകൾ പോലെയാണ്. ചിലപ്പോൾ ശക്തമാകും, ചിലപ്പോൾ ശാന്തമാകും. തിരകളില്ലാത്ത കടലില്ല, പ്രശ്നങ്ങളില്ലാത്ത ജീവിതവുമില്ല. തളരാതെ മുന്നോട്ടു പോവുക. ഭക്തരെ, നിങ്ങളുടെ മനസ്സ് കാണാൻ സ്വന്തം കണ്ണുകൾക്ക് കഴിയും. അതുകൊണ്ടാണ് മനസ്സ് വേദനിക്കുമ്പോൾ കണ്ണുകൾ വേഗം നിറയുന്നത്. ഭക്തരെ, ജീവിതത്തിൽ നിങ്ങൾ ആരെയാണ് കണ്ടുമുട്ടുന്നതെന്ന് കാലം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരെ വേണമെന്ന് നിങ്ങളുടെ ഹൃദയം തീരുമാനിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ആരാണ് തുടരേണ്ടതെന്ന് നിങ്ങളുടെ പെരുമാറ്റം തീരുമാനിക്കുന്നു. ഭക്തരെ, ഒറ്റപ്പെടുത്തലിൻ്റെ അനുഭവ പാഠങ്ങളിൽ നിന്ന് ഉയർത്തെണീക്കുക. ഇതുവരെ മറ്റാരും കണ്ടിട്ടില്ലാത്ത ശക്തനായ വ്യക്തിയായി മാറുക. ഭക്തരെ, അഹങ്കാരം പണത്തെ കാണിക്കുന്നു. സംസ്കാരം കുടുംബത്തെ കാണിക്കുന്നു. സംസാരം വ്യക്തിത്വത്തെ കാണിക്കുന്നു. സംവാദം അറിവിനെ കാണിക്കുന്നു. നോട്ടം മുഖലക്ഷണത്തെ കാണിക്കുന്നു. സ്പർശനം ഉദ്ദേശത്തെ കാണിക്കുന്നു. സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കയ്യിലെ പാവയെപ്പോലെയായിരിക്കും. ഭക്തരെ, അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്ക് വേണ്ടി കൈനീട്ടരുത്. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവന്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.